3 പവർഫുള്ളായ ഇസ്മുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ 3 ഇസ്മുകൾ കൂടിയാണ് ഈ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയവും റാഹത്തും സന്തോഷവും ഒക്കെ ഉണ്ടാകണം, ഒക്കെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം, ഖലാഉൽ ഹാജത്തിനുള്ളതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ റാഹത്തായി കിട്ടാൻ, കാര്യങ്ങൾ എളുപ്പമായി കിട്ടാനൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നായശല്യമുള്ള ആളുകൾ, പ്രദേശത്തുള്ള ആളുകൾ, അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു ഇസ്മ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ പാമ്പിൻ്റെ ശല്യം കൊണ്ട് പ്രയാസപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അല്ലേ? വീടിൻ്റെ അകത്തളങ്ങളിൽ കിടന്നുറങ്ങിയ, ബെഡിൽ കിടന്നുറങ്ങിയ ചെറിയ മക്കളെ, വലിയവരെ, പ്രായമുള്ളവരെ, ഇല്ലാത്തവരെ എന്ത് ചെയ്യുക? പാമ്പ് കൊത്തി മരണപ്പെടുക. എത്രയോ വാർത്തകൾ. ഇന്ന് നിങ്ങൾ സ്റ്റാറ്റസ് ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ മറിച്ച് നോക്കിയാൽ എത്ര വാർത്തകളാണ് കാണുന്നത്. ഇത്തരത്തിൽ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ, നമുക്ക് മക്കളെ പുറത്തേക്ക് വിടാനോ ഇറക്കാനോ ഒക്കെ പേടിക്കുന്നൊരവസ്ഥയിൽ ജീവിക്കുകയാണ്. കാരണം ചൂട് കൂടിയത് കാരണം ഈ പാമ്പുകൾ വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്നൊരവസ്ഥ. ഇതിന് രക്ഷ കിട്ടാനുള്ള ഒരു എളുപ്പവഴി, അല്ലെങ്കിൽ അതിനുള്ളൊരു പരിഹാരമാർഗ്ഗം, ആത്മീയമായൊരു മാർഗ്ഗം കൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പരീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല വിപത്തുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു എല്ലാ കാര്യങ്ങളിലും സന്തോഷം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ദിവസവും കേൾക്കുന്ന വാർത്തകൾ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ഓരോ ദുരന്തങ്ങൾ കേൾക്കുകയാണ്. ഈ അടുത്ത കാലത്ത്, നമ്മുടെ ഈ അടുത്ത സമീപകാലത്ത് തന്നെ ഒരുപാട് അപകടങ്ങൾ ഇല്ലേ? പല വ്യത്യസ്തങ്ങളായ മേഖലകളിൽ, വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എത്ര അപകടങ്ങളാണ് കണ്ടത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം. ഈ കഴിഞ്ഞ ദിവസം 2 ചെറിയ മക്കൾ പാമ്പ് കടിച്ച് പെട്ടതൊക്കെ നമ്മൾ കേട്ടു. എത്രയോ സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ, നായയുടെ കടി കൊണ്ട് പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഉപദ്രവം കാരണം പ്രയാസപ്പെടുന്ന സ്ഥലങ്ങൾ. ഇത്തരത്തിൽ നമുക്കൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ പോലും ആ അപകടങ്ങളിൽപ്പെട്ട് മരണം വരെ സംഭവിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള പ്രതിവിധി എന്താണ് എന്ന് പലപ്പോഴും ആത്മീയമായി, ഭൗതികമായ നമ്മൾ പല പൊടിക്കൈകളും ചെയ്യുന്നവരാണ്. അക്കൂട്ടത്തിൽ ഒരു ആത്മീയമായ പൊടിക്കൈ കൂടെ നമ്മുടെ കൂടെ നമ്മൾ കരുതി വെക്കണം ഇൻഷാ അല്ലാഹ്. അതിനുള്ള ഒരു അമൽ ഇൻഷാ അല്ലാഹ്, പവർഫുള്ളായ ഒരു 3 ഇസ്മുകൾ ഞാൻ പറഞ്ഞുതരാം. കേവലം അതിന് മാത്രം ഉള്ളതല്ല, മറിച്ച് ഈ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അതിനും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഇസ്മുകളാണ്. പല ആളുകളും ഇപ്പോൾ ഈ അടുത്ത് ഒരു ഉമ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഞങ്ങളൊരു കാടിൻ്റെ, ഈ വയനാട് പ്രദേശത്ത്, ഈ കാടിനോടടുത്ത പ്രദേശത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരിസരങ്ങളിൽ ഇങ്ങനെ പാമ്പിനെ കാണാറുണ്ട് എന്ന്. അതുപോലെ തന്നെ ഈ അടുത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിനടുത്ത് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ വീടിൻ്റെ പരിസരങ്ങളിൽ സ്ഥിരമായി പാമ്പിൻ്റെ ശല്യം കണ്ടുകൊണ്ട് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് ചോദിച്ച സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അമൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന നോക്കിയാൽ ഏറ്റവും പവർഫുള്ളായ ഇസ്മുകളുടെ കൂട്ടത്തിൽ കാണാം അസ്വാനിഉ എന്നൊരു നാമം. 99 ഇസ്മുകൾ, നമ്മൾ സാധാരണഗതിയിൽ അസ്മാഉൽ ഹുസ്ന 99 ഇസ്മുകൾ ചൊല്ലുന്ന കൂട്ടത്തിൽ ഈ സ്വാനിഉ എന്നതിനെ എണ്ണപ്പെട്ടിട്ടില്ല എങ്കിലും അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വല്ലാഹുൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബി, അള്ളാഹുവിന് ഒരുപാട് ഇസ്മുകളുണ്ട് എന്ന, ഒരുപാട് നല്ല നാമങ്ങളുണ്ട് എന്ന. അപ്പോൾ അതിൽ ഹദീസിൽ വന്ന കുറേ നാമങ്ങളാണ് 99 നാമങ്ങളായിട്ട് ഖുർആനിൽ പറഞ്ഞതൊക്കെ ചേർത്തിട്ട്. ഖുർആനിൽ പറഞ്ഞ മിക്ക നാമങ്ങളും ഹദീസിൽ വരാത്തതുമുണ്ട്. അപ്പോൾ അള്ളാഹുവിന് 99 പേരുകളേ ഉള്ളൂ എന്നല്ല, മറിച്ച് 99 പേരുകൾ ആ പഠിപ്പിക്കപ്പെട്ടത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തന്ന ഹദീസുകളിലൂടെ വന്നത്, അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതല്ലാത്ത ഒരുപാട് ഇസ്മുകൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുണ്ട്, അല്ലാത്ത ഹദീസുകളിൽ വന്നതുണ്ട്, സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നതുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽപ്പെട്ടതാണ് സ്വാനിഉ എന്നത്. സ്വാനിഉ എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാക്കുന്നവൻ, നിർമ്മിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. നിർമ്മിക്കുന്നവനായ അല്ലാഹു നമ്മുടെ കാര്യങ്ങളിൽ എളുപ്പമുണ്ടാകാൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എളുപ്പമുണ്ടാകാൻ, നന്നായി കിട്ടാൻ. ചിലങ്ങളുണ്ടല്ലോ, എന്ത് ചെയ്താലും മെനയാവാത്ത ചില ആളുകളുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും, എല്ലാ സംഗതികളിലും ഏർപ്പെടും, പക്ഷേ ആ ചെയ്യുന്നതൊന്നും ഒരു മെനയാവൂല. അങ്ങനെ ബേജാറാകുന്ന ആളുകളുണ്ട്. ഇതിൽ ചെയ്യുന്നൊന്നും ഒരു റാഹത്തായി കിട്ടാത്ത ആൾ. അത്തരത്തിൽ വിഷമിക്കുന്നവരാണ് എങ്കിൽ എന്ത് ചെയ്യുക, ലി തഹ്സീനിൽ ഉമൂർ, കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ഖുൽ യാ സ്വാനിഅ എന്ന ഇസ്മിനെ അവർ ചൊല്ലിക്കോട്ടെ. എത്ര തവണ? 211 തവണ.
11 തവണ ദിവസവും മുടങ്ങാതെ യാ സ്വാനിഉ എന്നത് ദിവസവും മുടങ്ങാതെ, അത് ഈ പഠിക്കുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും മറ്റേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, അവർ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ എളുപ്പമുണ്ടാകാനും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഫതഹ് ലഭിക്കാൻ, വിജയം ലഭിക്കാനുമൊക്കെ കാരണമായി തീരുന്ന ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് യാ സ്വാനിഉ. ഇനി അതോടൊപ്പം തന്നെ പവർഫുള്ളായ മറ്റൊരു ഇസ്മാണ് എന്ത്? അസ്വമദു എന്ന ഇസ്മ. അള്ളാഹുവിൻ്റെ സ്വമദ് എന്ന ഇസ്മ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളുടെ കൂട്ടത്തിൽ പവർഫുള്ളായ ഒരു ഇസ്മാണല്ലോ ഇസ്മുൽ അഅ്ലം. മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇസ്മുൽ അഅ്ലം. നബി തങ്ങളുടെ ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരാൾ ഇസ്മുൽ അഅ്ലം ചൊല്ലിയിട്ട് എന്തെങ്കിലും റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അല്ലാഹ് തട്ടിക്കളയൂല എന്ന്, അത് ഉറപ്പായി നടക്കുന്നു. ഇസ്മുൽ അഅ്ലം ചൊല്ലിയിട്ട് പറക്കണമെന്നൊരാൾ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ, ആഗ്രഹം ദുആ ചെയ്താൽ എന്ത് ചെയ്യും? അയാൾക്ക് പറക്കാൻ സാധിക്കും ഇല്ലേ? അത്രത്തോളം പവറുണ്ട് ആ ഇസ്മിൻ. അപ്പോൾ പക്ഷേ ഏതാണ് ആ ഇസ്മ എന്ന്, ഇന്നതാണ് എന്ന് നബി തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല. ഏതുപോലെ നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പറ്റി പറയാറുണ്ട്. റമദാനിൽ ഏത് ദിവസവും ആകാം, ഏത് രാത്രിയിലും ആകാം. പക്ഷേ ഏത് രാത്രിയാണ് എന്ന് ചില സൂചനകൾ തന്നിട്ടുണ്ട്. അത് അവസാനത്തെ 10-ലാകാം, ഒറ്റ രാവുകളിലാകാം എന്നൊക്കെ ചില സൂചനകൾ തന്നു എന്നല്ലാതെ ഇന്ന രാത്രിയാണ് എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല. ഇതുപോലെ ഇസ്മുൽ അഅ്ലം ഏത് ഇസ്മാണ് എന്നും നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. ഇസ്മുൽ അഅ്ലം ഉണ്ട്. മഹാന്മാർ ചില സൂചനകൾ, നബി തങ്ങളുടെ ഹദീസുകളിൽ നിന്നുള്ള ചില സൂചനകൾ പഠിപ്പിക്കപ്പെട്ടതിൽ വലിയ സാധ്യതയുള്ളൊരു ഇസ്മായി പറഞ്ഞാണ് സ്വമദ് എന്ന നാമം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. അള്ളാഹു നിരാശ്രയനാണ്. അള്ളാഹുവിന് ഒറ്റ ആളെ ആവശ്യമില്ല. നമ്മളെല്ലാം റബ്ബിലേക്ക് ആവശ്യക്കാരാണ് അല്ലേ? അള്ളാഹുവിന് ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ? ആരുടെ ആവശ്യം? അവൻ നിരാശ്രയനായ അള്ളാഹു, അവൻ നിരാശ്രയനായവനാണ്. അതുകൊണ്ട് തന്നെ സ്വമദ് എന്ന നാമം ആരെങ്കിലും ഒരാൾ ചൊല്ലി എത്ര തവണ? 134 തവണ സ്വമദ് യാ സ്വമദ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എന്താവശ്യം വെച്ചാണോ അയാൾ ചൊല്ലിയത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ അയാൾ ആ കാര്യം ചൊല്ലിയത്, ആ കാര്യം അള്ളാഹു നടത്തി കൊടുക്കും. എത്ര ദിവസം ചൊല്ലണം? ഇത് സ്ഥിരം ഇങ്ങനെ ചൊല്ലണം അല്ല. 40 യൗമൻ ലി മുദ്ദത്തി 40 യൗമൻ, 40 ദിവസം തുടർച്ചയായിട്ട് 134 തവണ ആരെങ്കിലും ഒരാൾ യാ സ്വമദു എന്ന ദിക്റിനെ പതിവാക്കുകയാണെങ്കിൽ, അത്രയും ദിവസം 40 ദിവസം മുടങ്ങാതെ ചൊല്ലി, എന്നാൽ ആ കാര്യം ആ വ്യക്തിക്ക് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്ന ഖുദിയത്ത് ഹാജത്തുഹു, ആ മനുഷ്യൻ്റെ ആവശ്യം അള്ളാഹു എന്ത് ചെയ്യും? നിറവേറ്റി കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് നൽകുമാറാട്ടെ. ഇനി തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നില്ലേ? ചൂട് കൂടിയത് കാരണം ഇഴജന്തുക്കൾ, അവർക്ക് ചൂട് അസഹ്യമായി വരുമ്പോൾ എന്ത് ചെയ്യും? തണുപ്പുള്ള പ്രദേശത്തേക്ക് അവർ കയറി വരും. അത് ഇപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇതുവരെ നമ്മളെ ശല്യം ചെയ്തിട്ടില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കുറേ ശല്യം കൂടുന്നു, അവരുടെ ഇടങ്ങേറുകൾ കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തണുപ്പുള്ള ഏരിയകളിലേക്ക്, ഇപ്പോൾ വീടിൻ്റെ ഓരങ്ങളിലേക്ക്, വരാന്തകളിലേക്ക് ടൈൽസുകൾ പതിപ്പിച്ചാലേ മാർബിളിട്ട സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് എന്ത് കയറി വരും. എന്നിട്ടോ തണുപ്പുള്ള സ്ഥലത്ത് ചുണ്ടുകൂടി കിടക്കും. അതിനെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും അതിന് തട്ടിക്കഴിഞ്ഞാൽ അത് പ്രതികരിക്കും, ചിലപ്പോൾ കൊത്തും. ആരാണെന്ന് നോക്കൂല, അത് ചെറിയ കുട്ടിയാണെന്ന് നോക്കൂല, വലുതാണെന്ന് നോക്കൂല. എന്ത് ചെയ്യാം? അപ്പോൾ അങ്ങനെ അത്തരത്തിൽ എത്രയോ അപകട വാർത്തകൾ നമ്മൾ ഈ അടുത്തടുത്ത് കേട്ടു ഇല്ലേ? പല ആളുകളും മരണപ്പെട്ടതൊക്കെ. അള്ളാഹു നമ്മളെ എല്ലാ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ ആത്മീയമായ അല്ല ഭൗതികമായ നമ്മൾ കുറേ പ്രതിവിധികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പല ആളുകളും എന്ത് ചെയ്യുക? ഡീസലിന് വെള്ളം ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ വെളുത്തുള്ളിയും മണ്ണെണ്ണയൊക്കെ ചതച്ചരച്ച് ഒഴിക്കുക. ഇത്തരത്തിൽ എന്ത് ചെയ്യുക? ഇഴജന്തുക്കൾ വരുന്നതിനെ തൊട്ട് പ്രതിരോധിക്കാനുള്ള പല വകുപ്പുകളും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ്ട എന്നല്ല, അതൊക്കെ ചെയ്യുക. ആ കൂട്ടത്തിൽ ആത്മീയമായ ഒരു പിടിവള്ളി കൂടെ നമുക്ക് വേണം, ഒരു പൊടിക്കൈ നമ്മൾ ചെയ്തു വെക്കാം ഇൻഷാ അല്ലാഹ്. അത് കൂടുതലൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽ കാണാം ഷഫീഖ് എന്നൊരു ഇസ്മു. ഷഫീഖ് കൃപ ചെയ്യുന്നവൻ. അള്ളാഹു വലിയ മയം ചെയ്യുന്നവനാണ്. അള്ളാഹു വലിയ മയം ചെയ്യുന്നവൻ. അപ്പോൾ ഈ ഷഫീഖ് എന്ന ഇസ്മു കൊണ്ട് എന്ത് ചെയ്യാം? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇസ്മ ആരെങ്കിലും ഒരാൾ 490 തവണ ദിവസവും പതിവാക്കുകയാണെങ്കിൽ അയാളെയും അയാളുടെ കുടുംബം, അതായത് അയാളുടെ വീട്ടിൽ കൂടെ താമസിക്കുന്ന ആളുകൾ, അഖിലുകാർ, അങ്ങനെയാണ്, അയാളുടെ അഖിലുകാരെയും എന്ത് ചെയ്യൂല? നായ, ഇഴജന്തുക്കൾ പോലത്തെ ഉപദ്രവകരമായ ജീവികളിൽ നിന്നുള്ള ഇടങ്ങേറുകൾ ഉണ്ടാവാതെ അള്ളാഹു സംരക്ഷണം നൽകുന്നതാണ് എന്ന്. നായ പോലത്തെ അതുപോലെ ഇഴജന്തുക്കൾ, പാമ്പ്, ഹയ്യത്ത് പോലത്തെ ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവികൾ, ഇടങ്ങേറുണ്ടാക്കുന്ന ജീവികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാവൽ നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്നതായി കാണാം. അപ്പോൾ എന്ത് ചെയ്യുക? ഇക്കാലത്ത് നമുക്കൊന്ന് പരീക്ഷിച്ചൊക്കെ, ഇത് വലിയ പ്രയാസമുള്ള സംഗതിയൊന്നുമല്ല. ദിവസവും എന്ത് ചെയ്യുക? യാ ഷഫീഖ് എന്ന ഇസ്മിനെ, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് ഷഫീഖ് എന്ന ഇസ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്മുകളുടെ കൂട്ടത്തിലും ഷഫീഖ് എന്ന ഇസ്മു കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 99 ഇസ്മുകളുടെ കൂട്ടത്തിൽ ഷഫീഖ് എന്നതിനെ പറയപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഒരുപാട്, അതിനേക്കാൾ അപ്പുറത്ത് ഒരുപാട് നാമങ്ങൾ വേറെയുമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഷഫീഖ് എന്ന നാമം. ആരെങ്കിലും ഒരാൾ ഈ പ്രയാസപ്പെടുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളാണ് എങ്കിൽ
പ്രത്യേകിച്ച് ഈ ഒരു ഇസ്മിനെ കൈമുതലാക്കുക. 490 തവണ ഈ ഒരു ഇസ്മ ദിവസവും പതിവായി ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല പ്രയാസങ്ങളിൽ നിന്നും സകല ഇഴജന്തുക്കളുടെ മറ്റ് പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഇടങ്ങേറുകൾ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്താനും ദുആസിയത്തുകളൊക്കെ രേഖപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.